ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നമുക്ക് പറ്റാത്തൊരു കാര്യവും അത് തന്നെയാണ്, അല്ലേ? എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താ പറ്റാത്ത? സന്തോഷിക്കാൻ പറ്റാത്ത കാര്യം എന്തുവാ? ചിലരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ ചിരിക്കാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. ചിരിച്ചിട്ട് ഒത്തിരി കാലമായെന്നാണ് പറയുന്നത്. സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളായതുകൊണ്ട് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, രോഗം, പ്രൈസ് ദി ലോർഡ്, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിനിടയിൽ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? എന്നാൽ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മളെപ്പോഴും സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും സന്തോഷിക്കണം. വചനം അതുകൊണ്ടാണ് പറയുന്നത്, രാവിലെ നിങ്ങൾ സന്തോഷിച്ചാൽ ഉച്ചയ്ക്ക് കുഴപ്പമില്ല, ബ്രേക്ക് എടുത്ത് നിങ്ങൾക്ക് കുറച്ച് ദുഃഖിച്ചിട്ട് വൈകുന്നേരം പിന്നെയും സന്തോഷിക്കാമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നില്ല. പിന്നെ എന്തുവാ പറയുന്നത്? എപ്പോഴും സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഓൾവേസ് റിജോയ്സ് ഇൻ ദി ലോർഡ്. എപ്പോഴും സന്തോഷിക്കും. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷം വരുമോ? ആഗ്രഹിക്കുന്നത് കിട്ടിയ സന്തോഷം വരുമോ? എന്നാൽ പിന്നെ എല്ലാം കിട്ടിയവരൊക്കെ സന്തോഷിക്കണ്ടേ? അവരും സന്തോഷിക്കുന്നില്ലല്ലോ. അപ്പം മാനുഷികമായ വിഷയങ്ങൾ കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിലുള്ള നന്മകൾ കൊണ്ട് സന്തോഷിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ നന്മകൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, ജഡത്തിന്റെ സുഖങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, പ്രൈസ് ദി ലോർഡ്, ഭൗമിക സമ്പത്തുകൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സന്തോഷിക്കാനുള്ള കാരണം കർത്താവ് എന്തുവാ പറയുന്നറിയാമോ? കർത്താവിൽ സന്തോഷിക്കും. 1 മാസം മുമ്പ് എൻ്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ, പ്രൈസ് ദി ലോർഡ്, 18 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ആത്മഹത്യ ചെയ്തു. ടെൻഷൻ കൂടിയേച്ച്. അവൻ എങ്ങനെ ആത്മഹത്യ എന്നറിയാമോ? അവൻ താമസിക്കുന്ന ബിൽഡിംഗ് ഏകദേശം 5 നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി അവൻ ആത്മഹത്യ ചെയ്തേ. ടെൻഷൻ കയറിയേച്ച്. ഈ ടെൻഷൻ ഒരു ചെറിയ വിഷയമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും വലിയവർക്ക് പ്രായമുള്ളൂ. നിങ്ങൾക്ക് എന്തുവാ? നമ്മൾ കുഞ്ഞുങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത് എന്തുവാ? പിള്ളേർ പറയും എനിക്ക് ടെൻഷനാ. ഞങ്ങളൊക്കെ കൊച്ചു കാലത്ത് ടെൻഷൻ എന്ന വാക്ക് കുഞ്ഞുങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഞങ്ങൾക്കുള്ള വിഷയമല്ല അത്. അത് അപ്പനും അമ്മയ്ക്കുള്ള വിഷയമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പിള്ളേർ 10 വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. കാര്യം എന്നറിയോ? ടെൻഷൻ എന്നാ പറഞ്ഞേ. മറ്റേ അമ്മ അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവന് ടെൻഷൻ കയറിയിച്ച് അവനങ്ങ് ആത്മഹത്യ ചെയ്തു വന്ന്. ടെൻഷൻ വരുന്ന സമയം കണ്ടാ പിശാച് ടെൻഷനിട്ട് പിരിമുറുക്കമിട്ട് പ്രൈസ് ദി ലോർഡ് തലമുറകളെ പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതിന് ഇന്ന പ്രായമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ടെൻഷൻ വരാൻ 50 വയസ്സാകണമെന്നില്ല. ടെൻഷൻ വരാൻ 30 വയസ്സാകണമെന്നില്ല. ടെൻഷൻ വരാൻ, പ്രൈസ് ദി ലോർഡ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബസ്ഥരായി കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോഴേ ടെൻഷൻ വരണമെന്നില്ല. ഏത് ജീവിതാവസ്ഥയിലും ഏത് പ്രായത്തിലും മനുഷ്യൻ ഇന്ന് ടെൻഷനിലൂടെ പൊക്കൊണ്ടിരിക്കുക. അതിന് മറുപടിയായി വേദപുസ്തകം പറയുക, എപ്പോഴും നിങ്ങൾ സന്തോഷിപ്പൻ. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഒരു ഭേദഭാവം കൊണ്ടൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. For you it is a safeguard. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് സേഫ് ഗാർഡ് എന്നാ. എന്ന് പറഞ്ഞാൽ അറിയാമോ? അത് നിങ്ങൾക്ക് കോട്ടയാ. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? എല്ലാം നന്മയും കയ്യിൽ വന്നിട്ട് സന്തോഷിക്കാമെന്നാണോ? നല്ല ജോലി കിട്ടിയിട്ട് സന്തോഷിക്കാമെന്നാണോ? നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയിട്ട് സന്തോഷിക്കാമെന്നാണോ? ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കടന്നുകൊണ്ട് എഴുതുക, എപ്പോഴും നിങ്ങൾ സന്തോഷിപ്പിൻ. നല്ലൊരു ടൂറൊക്കെ പോയിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് ചപ്രമഞ്ചക്കടലിൽ കടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമല്ല. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. അതുകൊണ്ട് ഇതിനെ പറയുന്നത് കാരാഗ്രഹ ലേഖനമെന്ന, പ്രിസൺ എപ്പിസിൽ എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം.
നമ്മൾ മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിൽ സന്തോഷിപ്പാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ അതിന് ബലപ്പെടുത്തും. ഇറ്റ് ഈസ് എ സേഫ് ഗാർഡ്. കണ്ടോ, കർത്താവിൽ സന്തോഷിക്കുന്നവന് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ്, നിങ്ങൾക്ക് കോട്ടയാണ് കർത്താവിലുള്ള സന്തോഷം. ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്തോളണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. ശത്രു അത് കണ്ട് എന്ത് ചെയ്യണം? ലജ്ജിച്ചു പോകണം. പിശാച് നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു രോഗം വന്നിട്ടും അവർക്ക് സങ്കടമൊന്നും കാണുന്നില്ല, ഒരു പ്രതികൂലം ഉണ്ടായിട്ടും അവർക്ക് സങ്കടമൊന്നും കാണുന്നില്ല, ഒരു സാമ്പത്തിക ക്ലേശം ഉണ്ടായിട്ടും അവർക്ക് പ്രതികൂലമൊന്നും കാണുന്നില്ല, അവർക്ക് പ്രയാസം ഉണ്ടായിട്ടും അവർ ക്ഷീണിച്ചു കാണുന്നില്ല. അവരെപ്പോഴും സന്തോഷിക്കുക. കാരണം എന്തുവാ? എന്നെ നടത്തുന്ന കർത്താവ് അവരുള്ളത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭാരപ്പെടത്തില്ല, എനിക്ക് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ സേഫ് ഗാർഡ്. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഒരു കോട്ട നിങ്ങൾ തീർക്കുക. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ജോലി കിട്ടി പോക്കറ്റ് നിറഞ്ഞിരിക്കുമ്പോഴല്ല കാര്യം പറയാം. പോക്കറ്റ് നിറയ്ക്കുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ സന്തോഷമൊക്കെ വരും. പൈസ കാലിയാകുമ്പോഴോ, പോക്കറ്റ് കാലിയാകുമ്പോൾ ആ സന്തോഷം അങ്ങ് പോയി. ഇപ്പം എന്താ ചിരിയൊന്നും വരുന്നില്ലേ? ഇല്ല, പോക്കറ്റിൽ പൈസ ഇല്ല. നല്ല ജോലി കിട്ടി, 1-ാം തീയതി ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, 10-ാം തീയതി ആകുമ്പോൾ സന്തോഷമൊന്നുമില്ല, 30-ാം തീയതി ആകുമ്പോൾ ഭയങ്കര വാടിയ മുഖം. കാര്യം എന്തുവാ? ശമ്പള പൈസയൊക്കെ തീർന്നു. അങ്ങനെ സന്തോഷിക്കാൻ പറ്റത്തില്ല. സന്തോഷിക്കുന്ന കർത്താവിൽ സന്തോഷിക്കണം. ഐ റിജോയ്സ് ഇൻ ദ ലോർഡ്. എൻ്റെ രോഗമെല്ലാം മാറി, എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബം നന്നായിട്ട് വരുമ്പോൾ ഞാൻ സന്തോഷിക്കാം. അങ്ങനെ ഒരു ദിവസമില്ല. പ്രൈസ് ദി ലോർഡ്. അത് തരുന്നത് കർത്താവാ. നിങ്ങൾ കർത്താവിൽ സന്തോഷിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തരും. വായിച്ചേ 37-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. Psalms 37 verse 4. Delight yourself in the Lord and he will give you the desires of your heart. നിങ്ങൾ ദൈവത്തിൽ സന്തോഷിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തരും. ജോലിയിൽ സന്തോഷിക്കുമ്പോഴല്ല, സമ്പത്തിൽ സന്തോഷിക്കുമ്പോഴല്ല, മക്കളിൽ സന്തോഷിക്കുമ്പോഴല്ല, ഭർത്താവിൽ സന്തോഷിക്കുമ്പോഴല്ല, ഭാര്യയിൽ സന്തോഷിക്കുമ്പോഴല്ല, സമ്പത്തിൽ സന്തോഷിക്കുമ്പോഴല്ല, കർത്താവിൽ സന്തോഷിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തരും. Praise the Lord. കർത്താവിൽ സന്തോഷിക്കണം. Rejoice in the Lord. Rejoice in the Lord. കർത്താവിൽ സന്തോഷിക്കണം. Praise the Lord. പ്രതികൂലം വന്നാലും എനിക്ക് ഭാരമില്ലെന്ന്. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ സന്തോഷിക്കുന്നത് കർത്താവില. അവൻ എൻ്റെ ഉപനദി. ഞാൻ ആരിൽ ചാരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിൽ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും, അതുകൊണ്ട് നദികൾ അതിന് മീതെ കവിഞ്ഞുറങ്ങിയാലും, Praise the Lord, എനിക്ക് ഭയമില്ല. കാര്യം എന്താണെന്നറിയാമോ? എന്നെ നടത്തുന്നത് കർത്താവാണ്. നമ്മുടെ സന്തോഷം കർത്താവായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴേ, ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരാൾക്ക് ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവത്തില്ല. യു വിൽ ഹാവ് ദ ഡിസയർ വിച്ച് ഈസ് അലൈൻ വിത്ത് ദ വിൽ ഓഫ് ഗോഡ്. നിങ്ങളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിച്ചാൽ എനിക്ക് കിട്ടുമോ? അങ്ങനെയല്ല. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിന് വിരോധമായ ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവത്തില്ല. You will never have a desire which is against the will of God. കർത്താവിൻ്റെ ഹിതത്തിന് വിരോധമായ ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ഉണ്ടാവത്തില്ല. കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ സന്തോഷിക്കുന്നത് കർത്താവില. വേഗത്തിലൊരു വാക്യം കൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 8 verse 10. നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങൾക്ക് ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിലുള്ള സന്തോഷം നിങ്ങളുടെ ബലമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്തായിട്ട് മാറുന്നു? ബലമായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. സമ്പത്തിൽ സന്തോഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, പോക്കറ്റ് നിറഞ്ഞ് പൈസ ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും, ഒരു ബലമൊക്കെ ഉണ്ടാകും. എന്നാൽ പോക്കറ്റ് കാലിയാകുമ്പോൾ സന്തോഷവും പോയി, ബലവും പോയി. പ്രൈസ് ദി ലോർഡ്. മക്കളുണ്ട്, മക്കൾ സഹായിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. എന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ മക്കളുടെ വരുമാനം കൊണ്ട് നിലച്ചു. പ്രൈസ് ദി ലോർഡ്. സഹായിക്കാൻ മടി കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷവും പോയി, നമ്മുടെ ബലവും പോയി. നല്ല ആരോഗ്യമുണ്ട്, ഓടി നടക്കാനുള്ള ത്രാണിയൊക്കെ ഉണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, ബലവുമുണ്ട്. എന്നാൽ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ, ഒരു ചെറിയ ഷുഗർ വരുമ്പോൾ, ഒരു ചെറിയ ബലഹീനത വരുമ്പോൾ പറയും, എനിക്കിപ്പോൾ ബലവും ഇല്ല, എനിക്ക് സന്തോഷവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ ചിരിക്കാൻ കഴിയാത്തത്? അയ്യോ എനിക്ക് രോഗമാ, അയ്യോ എനിക്ക് സാമ്പത്തിക ക്ലേശമാ, അയ്യോ എനിക്ക് വീട്ടിലെ പ്രശ്നമാ, അയ്യോ എന്റെ ജോലിയിൽ പ്രശ്നമാ, അയ്യോ ഞാൻ ഞെരുക്കത്തിലൂടെ പോകുക. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. കാരണം എന്റെ ബലം എന്റെ കർത്താവാ. അവനാണ് എന്റെ
എൻ്റെ സന്തോഷം. കർത്താവിൽ ഞാൻ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തൊക്കെ വിഷയങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുക, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഞെരുക്കമാണെങ്കിലും, എനിക്ക് പട്ടിണിയാണെങ്കിലും, എനിക്ക് നിന്ദയാണെങ്കിലും, എനിക്ക് പരിഹാസം വന്നാലും, നഗ്നതയോ പട്ടിണിയോ, പ്രൈസ് ദി ലോർഡ്, പ്രതികൂലമോ ഞെരുക്കമോ രോഗമോ എന്തു വന്നാലും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ അതിനൊന്നിനും കഴിയത്തില്ല. നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റാൻ കഴിയുന്ന ഒന്നും ഈ ലോകത്തിലില്ല. യഹോവ സന്തോഷം, കർത്താവിലുള്ള സന്തോഷം എൻ്റെ ബലമാണ്. അതുകൊണ്ട് കർത്താവ് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ് ഈ സന്തോഷിക്കാൻ പറയുന്നത്. എങ്ങനെ സന്തോഷിക്കുന്നത്? സന്തോഷം എവിടെന്നാ വരുന്നേ? എവിടെന്നാ ഈ സന്തോഷം വരുന്നേ? കർത്താവ് സന്തോഷിക്കാൻ പറയുന്നത് എവിടെന്നാ ഈ സന്തോഷം വരുന്നേ? എങ്ങനെ വരും? പള്ളി വരുമ്പോൾ കിട്ടുമോ? പാസ്റ്റർമാർക്ക് കൊടുക്കാൻ കിട്ടുമോ? കടയിൽ എന്തായാലും മേടിക്കാൻ കിട്ടത്തില്ല. അപ്പൊ എവിടുന്ന ഈ സന്തോഷം വരുന്നേ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നേ? ഏതാ? ഹൃദയത്തിനകത്ത് ആണ് മോളെ, ഹൃദയത്തിനകത്ത് നിന്ന് വരുന്നത്. പക്ഷെ ഇതെങ്ങനെ ഹൃദയത്തിനകത്ത് നിന്ന് വരുന്നേ? ആരാ ഇത് തരുന്നേ? ആരാ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? സ്നേഹം. രണ്ടാമത്തെ ഫലമാണ് സന്തോഷം. ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കിയിരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, അതിന്റെ സന്തോഷം കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുക. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്നിലൂടെ പ്രകടമാകേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനാവശ്യമായി ദുഃഖിക്കുമ്പോൾ, ഞാൻ അനാവശ്യമായി ആകുലപ്പെടുമ്പോൾ, ഞാൻ അനാവശ്യമായി മ്ലാനമായിരിക്കുമ്പോൾ, ഞാൻ അനാവശ്യമായി ക്ഷീണിച്ച് ദുഃഖിച്ച് കിടക്കുമ്പോൾ, സന്തോഷിക്കാതിരിക്കുമ്പോൾ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുക. നമ്മൾ സന്തോഷിക്കാനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് വിഷയം വന്നാലും, ഇച്ചിരി പ്രതികൂലമാണേലും തടസ്സമാണേലും ഒക്കെ സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. ശത്രു എന്ത് ചെയ്യും? അവന് നിൽക്കാൻ കഴിയാതെ അവൻ പറയും ഇവിടെ ഇനി നിന്നിട്ട് കഥയില്ല, അവനങ്ങ് പോകും. നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളൊരു സൂത്രം പറയട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരോട് അവസാനം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളെ അയക്കുക, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. എന്താണെന്നറിയാമോ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അത് തിങ്കളാഴ്ച മുതൽ പ്രൈസ് ദി ലോർഡ് വെള്ളിയാഴ്ചയായാലും ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും ഒരു മാസത്തിന്റെ 30 ദിവസമായാലും 31 ദിവസമായാലും ഒരു വർഷത്തിന്റെ 365 ദിവസങ്ങളിലപ്പുറമായാലും പ്രൈസ് ദി ലോർഡ് ഓരോ ദിവസവും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുക. അത് രാവിലെയുമുണ്ട്, അത് ഉച്ചയ്ക്കുമുണ്ട്, അത് വൈകുന്നേരത്തുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഏത് നാഴികയിലും കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല. അവൻ എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്ത കർത്താവ് വാക്ക് മാറാത്തത് കൊണ്ട് നമുക്ക് സന്തോഷിപ്പാൻ വകുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയമുണ്ടോ? ഇല്ല. രാത്രിയായി കർത്താവില്ല, ഭയം ഉണ്ടാവും. കർത്താവ് പറഞ്ഞ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുക. എല്ലായ്പ്പോഴും പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്ത് നിങ്ങൾ സഹായം ചോദിച്ചാലും, ഏത് അവസ്ഥയിൽ നിങ്ങൾ സഹായത്തിന് വിളിച്ചാലും, പ്രൈസ് ദി ലോർഡ്, ഏത് വിഷയം നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചാര വന്ന് നിങ്ങളോട് കൂടെ ഇരുന്ന് ആ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാൻ പരിശുദ്ധാത്മാവിന് താല്പര്യമാണ്. നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന്. കണ്ടോ? അപ്പൊ ഒന്ന്, കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. 2, നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾ തന്നേച്ചു പോയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് ആവശ്യമുള്ള നന്മകളെ കർത്താവ് ഓൾറെഡി ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി വിഷമിച്ചിരിക്കണോ? ചില നന്മകള് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കമ്പനിക്ക് ഓൾറെഡി ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അല്ലേ? PF ഉണ്ട്. സാധാരണ കമ്പനികൾക്ക് PF ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വയസ്സ് അവർ റിട്ടയർമെൻറ്റ് ആകുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട്, അല്ലെങ്കിൽ അവർ കമ്പനി വിട്ടു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു എമൗണ്ടാണ് PF. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് വെച്ച് അവിടുത്തെ PF-നെ കുറിച്ചൊന്നും വലിയ കാര്യഗൗരവമൊന്നും ഇല്ലാതെ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് എടുത്ത് ആ കമ്പനിയിൽ എങ്ങനെ നിക്ഷേപിച്ച് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വലിയ സംഖ്യയാക്കി ഇയാൾ കൊടുക്കാൻ വേണ്ടി കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്യത്തില്ല,
അറിയത്തില്ല. ഇയാൾ ആരോട് ചോദിക്കാനും പോയില്ല. ആ പൈസയെ കുറിച്ചുള്ള വിവരവും ഇയാൾക്കില്ല. ഇയാൾക്ക് ഭയങ്കര ദുഃഖമാണ്. എന്തിൻ്റെ ദുഃഖമാണ്? അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. എനിക്ക് റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ എനിക്ക് പൈസയൊന്നുമില്ല, ഈ ശമ്പളം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ എന്തിനും? കുഞ്ഞെ, നീ റിട്ടയർമെന്റ് ആകുമ്പോൾ നിനക്ക് മേടിച്ചുകൊണ്ട് പോകുവാനുള്ള വലിയൊരു സംഖ്യ കമ്പനി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതറിയാതെ ദുഃഖിച്ചൊന്നും വല്ല പ്രയോജനമുണ്ടോ? പരിശുദ്ധാത്മാവിനെ എന്ന കാര്യസ്ഥനെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സർവീസ്, പരിശുദ്ധാത്മാവിന്റെ സഹായം ഞാനും നിങ്ങളും എടുക്കാതെ വിഷമിപ്പിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇന്ന് പകൽക്കാലം പറയണം, പരിശുദ്ധാത്മാവേ, ഞാനൊരു പ്രശ്നത്തിലൂടെ പൊക്കോണ്ടിരിക്കുക, എന്റെ കുടുംബം ഒരു വൈതരണിയിലൂടെ പൊക്കോണ്ടിരിക്കുക, ഞങ്ങളൊരു പ്രയാസത്തിലൂടെ പൊക്കോണ്ടിരിക്കുക, അവിടെ നിന്ന് സഹായിപ്പാൻ ഞങ്ങളുടെ അടുക്കൽ വരണമേ എന്ന് അപേക്ഷിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായിപ്പാൻ ശക്തനാ. നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് കർത്താവ് പറയും, എപ്പോഴും സന്തോഷിക്കണം. കുഞ്ഞുങ്ങളൊക്കെ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് വിഷയം വന്നാലും അത് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതായിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അത് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതായിരിക്കരുത്. പകരം പറയണം, എന്റെ സന്തോഷം വർദ്ധിക്കത്തേ ഉള്ളൂ. എന്റെ രോഗത്തിന്റെ നടുവിലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. എന്റെ പ്രതികൂലത്തിന്റെ നടുവിലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. എന്റെ പ്രയാസങ്ങളുടെ നടുവിലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. എന്റെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെ നടുവിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ശത്രുവിന് നിങ്ങളുടെ മേൽ നിൽപ്പാൻ കഴിയാതെ അവൻ നിങ്ങളെ വിട്ട് മാറിപ്പോകും. കാരണം എന്തുവാ? നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നത് അത് നിങ്ങൾക്ക് സേഫ് ഗാർഡാ, അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാ, അത് നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കരുതലാ. അതുപോലെ തന്നെയാ പ്രൈസ് ദി ലോർഡ് പുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബലമായിട്ട് മാറുകയാണ്. കർത്താവ് എല്ലാ നാളും നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കണോ? ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സന്തോഷിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷം. വായിച്ചേ 4-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്ന്, എല്ലായ്പ്പോഴും സന്തോഷിക്കണം. കുറച്ച് സൂത്രവാക്യങ്ങളാണ്, ഇത് പഠിച്ചേച്ച് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. ഒന്ന്, എല്ലായ്പ്പോഴും സന്തോഷിക്കണം. പൈസ ഉള്ളപ്പം സന്തോഷിക്കണം, പൈസ ഇല്ലാത്തപ്പം ദുഃഖിക്കണം എന്നാണോ? ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ സന്തോഷിക്കണം, ആരോഗ്യം പോകുമ്പം ദുഃഖിക്കണം എന്നാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊരാൾ സഹായിക്കാൻ ചോദിച്ചു, അവർ സഹായിക്കുമ്പോൾ സന്തോഷം വരും, സഹായം ഇല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ദുഃഖം വരും എന്നാണോ? അല്ല. എല്ലായ്പ്പോഴും ഇറ്റ്സ് എ കണ്ടിന്യൂസ് ടെൻസ്. ഇംഗ്ലീഷ് അറിയുമ്പോൾ പറയാറില്ലേ? ഇറ്റ്സ് എ കണ്ടിന്യൂസ് തിങ്. തുടർമാനമായി എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും. എൻ്റെ സന്തോഷത്തെ കെടുത്തുന്ന വിഷയം എന്തുവാ? എൻ്റെ വിഷയങ്ങൾ എന്തൊക്കെ വിഷയങ്ങളും സന്തോഷത്തെ കെടുത്തുന്നതായാലും ഇന്ന് പകൽക്കാലം എൻ്റെ സന്തോഷത്തെ ഒന്നിനും കെടുത്താനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തുവാ? കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയമില്ല. എൻ്റെ അവസ്ഥകൾക്ക് കർത്താവ് മാറ്റം വരുത്തും. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഈ വായിച്ച വേദഭാഗത്തില് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ തന്നെയല്ലയോ? ടെൻഷൻ അടിക്കുക. എന്ത് കാര്യം പറഞ്ഞാലും ടെൻഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. 10 വയസ്സായ കൊച്ചിനോട് ചോദിച്ചപ്പോൾ 5 വയസ്സായ കുഞ്ഞുങ്ങൾ പറയുക ടെൻഷനാണ്. ചില സമയത്ത് എനിക്ക് നോക്കുമ്പോഴേ ചിരി വരുന്നു. കാരണം ഞങ്ങളെയൊക്കെ ഈ 5, 10, 15 വയസ്സെന്ന് പറയുന്നത് ഞങ്ങൾ ടെൻഷൻ എന്ന വാക്കേ പറഞ്ഞിട്ടില്ല. പണ്ട് രാജു വേറെ ഇല്ല. ആ ടെൻഷൻ എന്ന വാക്ക് പറയുമ്പോൾ പറയും അതൊക്കെ പ്രായമുള്ളവരുടെ പരിപാടിയാണ്. ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ? വീട്ടിലുണ്ടാക്കി തരിക, കഴിക്കുക, കിടന്നുറങ്ങുക, കൂടി പോവുക, ഇതൊക്കെ വലിയ പരിപാടി. ഇതിലെവിടെ ടെൻഷൻ ഇരിക്കുന്നേ? ഇന്ന് കുടിക്കാനും കഴിക്കാനും നല്ല വീടുകളിൽ പൈസയോടെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള അപ്പനും അമ്മയ്ക്കും ഉള്ള മക്കൾ തന്നെ പറയുക 5 വയസ്സായ കുഞ്ഞിന് ടെൻഷനാണ്. പിരിമുറുക്കം. 10 വയസ്സായ കുഞ്ഞിന് ടെൻഷൻ, 15 വയസ്സുള്ള കുഞ്ഞിന് ടെൻഷൻ. എന്ത് ടെൻഷനാ? ശത്രു പിടിക്കുന്ന മേഖലകൾ കണ്ടോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് എതിരെഴുന്നേറ്റ് വന്നാലും നിങ്ങൾ അതിനെ നോക്കി പറയണം, നിനക്ക് എന്നെ ഉത്കണ്ഠപ്പെടുത്തുവാൻ, നിരാശപ്പെടുത്തുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. കാരണം എന്റെ സന്തോഷം എന്റെ കർത്താവിലാണ്. അവൻ എന്റെ സന്തോഷം, അവൻ എൻ ബലം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ സന്തോഷം, അവൻ എന്റെ ബലം, അവൻ എന്റെ ഉപനിധി. ഞാൻ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നുവെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഒന്നിനും എന്റെ സന്തോഷത്തെ തള്ളിക്കെടുത്തുവാൻ കഴിയത്തില്ല. ഒന്നിനും എന്നെ ദുഃഖിപ്പിച്ച് നിരാശപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. നിങ്ങൾ പറയും പൗലോസിന് ഇങ്ങനെയൊക്കെ പറയാം. കാരണം പൗലോസിന് യാത്രയൊക്കെ ചെയ്തങ്ങ് പോയാൽ മതിയല്ലോ. ഒന്ന്, ഞാൻ ആദ്യം ഓർപ്പിച്ചു, പൗലോസ് എഴുതുമ്പോൾ കാരാഗ്രഹത്തിൽ ജയിലിൽ കടന്നിട്ട് എഴുതുക. പൂജപ്പുര ജയിലിൽ നിന്നിട്ട് ഒരാളൊരു കത്തെഴുതുകയാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നതും വേണ്ട, എല്ലാം നന്നായിട്ട് വരും,
കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നീ അത് ശരിയാകുമെന്ന് പറയല്ലേ. കാര്യം നിൻ്റെ വിഷയം പോക്കാ, പിന്നെ നമ്മളങ്ങനെ ശരിയാകുന്നേ. പൗലോസ് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൗലോസ് ജയിലിലാണെന്നുള്ള വിഷയത്തിൽ ഫിലിപ്പി സഭയിലെ ആൾക്കാർക്ക് ഭയങ്കര ഭാരമാണ്. അവർക്ക് വലിയ വിഷമത്തിലിരിക്കുമ്പോൾ അവർ അതിനെ നോക്കിയിട്ട് പൗലോസിനോട് പറഞ്ഞു, പൗലോസിൻ്റെ ഈ കാരാഗൃഹവാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഭാരമാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ദുഃഖിക്കാനും കരയാനൊക്കെ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ കാരാഗൃഹത്തിലാണെങ്കിലും ഞാൻ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ജയിലിലാണെങ്കിലും ഞാൻ സന്തോഷിക്കുക. ഞാൻ രോഗിയാണേലും ഞാൻ സന്തോഷിക്കുക. ഞാൻ ഇല്ലായ്മയിലാണേലും ഞാൻ സന്തോഷിക്കുക. ഞാൻ ഞെരുക്കത്തിലാണേലും ഞാൻ സന്തോഷിക്കുക. ഞാൻ ദിശ അറിയാതെ കപ്പൽ ഛേദത്തിലാണെങ്കിലും ഞാൻ സന്തോഷിക്കുക. കാര്യം എന്തെന്നറിയാമോ? എനിക്ക് വാഗ്ദത്തം ചെയ്ത, എന്നോട് എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥനായ കർത്താവ് എന്റെ ചാരയുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല. അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല. അതുകൊണ്ട് എനിക്ക് മുറുമുറുപ്പില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. എന്റെ ബലം എന്റെ കർത്താവാ. അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയുമാ. നമ്മളെ കർത്താവിനെ ഒന്ന് നന്നായിട്ട് അറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നമ്മളെ കർത്താവിനെ രുചിച്ചറിയണം. നോക്കിയേ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. രണ്ട്, എപ്പഫ്രൊദോസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസനെ കുറിച്ച് ഈ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളത് വീട്ടിൽ പോയിരുന്നു, 4 അധ്യായമുള്ള വീട്ടിൽ പോയിരുന്നു വായിക്കണം. ഈ പുസ്തകം നല്ല പുസ്തകമാണ്. ഈ എപ്പഫ്രൊദോസിന് അസുഖമായിട്ട് കിടപ്പിലായി, രോഗാവസ്ഥയിലായി, മരണാകരമായ അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫിലിപ്പി സഭയിലെ ജനത്തിന് വലിയ ഭാരമുണ്ടായി. അപ്പോൾ ഈ 2 വിഷയങ്ങളും കൊണ്ട് അവർ ദുഃഖിച്ചിരിക്കുക. അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഞാൻ ജയിലിലാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്. രോഗം നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് കാരണമാകരുത്. ജോലിയില്ല എന്നുള്ള വിഷയം നിങ്ങളുടെ നിരാശയ്ക്ക് കാരണമാകരുത്. സാമ്പത്തിക ക്ലേശം നിങ്ങളുടെ നിരാശയ്ക്ക് കാരണമാകരുത്. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ നിരാശയ്ക്ക് കാരണമാകരുത്. നാളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ നിരാശയ്ക്ക് കാരണമായത്. കാരണം ഉത്കണ്ഠ വരുന്നത് ദൈവത്തിൽ നിന്നല്ല. അധികമായ വിചാരം വരുന്നത് ദൈവത്തിൽ നിന്നല്ല. ടെൻഷൻ വരുന്നത് ദൈവത്തിൽ നിന്നല്ല. അത് പിശാചിന്റെ ആയുധമാ. അവന്റെ ആയുധത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ശത്രുവിന്റെ ആയുധത്തിന്റെ മൂർച്ച കുറഞ്ഞിട്ട് ദൈവശക്തി നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. കണ്ടോ, ടെൻഷൻ കൊണ്ടിടുന്ന മേഖല കണ്ടോ? ശത്രു ടെൻഷൻ കൊണ്ടിട്ട് തലമുറകളെ ഇല്ലാതാക്കി കളയുമ്പോൾ, തലമുറയെന്നൊന്നും അല്ലെന്നേ, ഏത് പ്രായക്കാർക്ക് 80 വയസ്സായാലും ടെൻഷനാ. 5 വയസ്സ് മുതൽ അങ്ങ് അറ്റം വരെ ടെൻഷനായിപ്പോ. പിശാചിന്റെ ഒരു ആയുധമായി മാറിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടുത്തുന്നത് ഏത് വിഷയം വന്നാലും പറയാം, പിശാചേ നീ എന്നെ വിട്ടുപോ, നിന്റെ തന്ത്രം എനിക്കറിയാം. എന്റെ കർത്താവാണ് എന്റെ ബലം, അവനാണ് എന്റെ സന്തോഷം, അവൻ എന്റെ ബലം, അവൻ എന്റെ സന്തോഷം. അതുകൊണ്ട് എന്റെ സന്തോഷത്തെ കെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കത്തില്ല. ഒരു വാക്യം ഒന്ന് വായിച്ചു. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 Peter chapter 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Cast all your care unto him and he will care for you. നിങ്ങളുടെ സകല, പ്രൈസ് ദി ലോർഡ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ. ഇനിയിപ്പോ സന്തോഷിപ്പാൻ വകുപ്പുണ്ടേ? ഇപ്പൊ സന്തോഷിക്കാൻ വകുപ്പുണ്ടേ? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകെ. ഒരാൾ പറയാണ്, അമേരിക്കയിലോട്ട് പൊക്കോ, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ധൈര്യമായിട്ട് അങ്ങോട്ട് വണ്ടി കയറും. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ പറയുകയാണ്, കയറിപ്പോരെ. ബാംഗ്ലൂർ നാട്ടിൽ നിന്ന് ഒരാൾ പറയാണ്, രാജീവറിനോട് ഒരാൾ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് ബാംഗ്ലൂർക്ക് ഒരു ആവശ്യമായിട്ട് പറഞ്ഞു. രാജീവറിനോട് പറയും, രാജീവർ പറയും, കയറിപ്പോരെ, ഞാനുണ്ട് ഇവിടെ, നോക്കിക്കോളാം. വരത്തില്ലയോ? വരും. അങ്ങനെ ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ അവൻ നിങ്ങൾക്കായി. ഇതാരാ പറയുന്നതെന്നറിയാമോ? അപ്പോസ്തലനായ പത്രോസ് പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. ഞാൻ ആ വാക്കിനെ 2ആയിട്ടൊന്ന് തിരിക്കുക. ചിന്തയും ആകുലവും. കണ്ടോ? ചിന്തയും ആകുലവും. 2 2ആണോ? 2 1ആണോ? 2 2. പത്രോസ് പറയുമ്പോൾ വ്യക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 2. ചിന്തയും ആകുലവും. ചിന്ത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നമ്മളിവിടുത്തെ പ്രധാനമന്ത്രി വരെ മാറ്റിക്കളയും. ഒരു കാര്യത്തിനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മളങ്ങ് ചിന്തിക്കും. ചിന്തിച്ചങ്ങ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒരുപാട് ചിന്തിക്കരുത്, വിചാരപ്പെടരുത്. ചിന്തയും ഈ ചിന്ത കൂടുമ്പോൾ എന്തായി മാറും മാമേ?
ആകുലമായി മാറും. ചിന്ത ആകുലമായി മാറും. പോണ വഴി കണ്ടോ? ഒത്തിരി പേര് പറയുന്നുണ്ട് ഉറക്കം വരുന്നില്ല, പല ചിന്തകളാ. ചിന്ത ആകുലമായി മാറുമ്പോൾ ശ്രദ്ധിച്ചോളണം, ശത്രുവിന് നിങ്ങൾ വഴിയൊരുക്കുക. ചിന്ത ആകുലമായി മാറുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ടെൻഷനും അതിനപ്പുറത്തേക്ക് പോകുന്നത് അടുത്ത തീരുമാനങ്ങളുമാണ്. വഴി കൊടുക്കരുത്. ആദ്യം പിടിച്ച ചിന്തകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായ ചിന്തകൾ കൊണ്ടിട്ടിട്ട് നിങ്ങളെ ഞെരുക്കി, പ്രൈസ് ദി ലോർഡ്, അയ്യോ ഇനി എന്തായി മാറും, അയ്യോ ഇനി എന്തായി മാറും, അയ്യോ എന്റെ അവസ്ഥ എന്തായി മാറും, എന്റെ ജീവിതം എന്തായി മാറും, എന്റെ ഭാവി എന്തായി മാറും, ഈ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കാര്യങ്ങൾ ശരിയാകുന്നില്ലല്ലോ, എന്റെ സമ്പത്ത് നേരെയാകുന്നില്ലല്ലോ, എന്റെ ജോലി നേരെയാകുന്നില്ലല്ലോ, അയ്യോ നാളെ ഇനി എന്താകും, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായി മാറും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി മാറും. ചിന്തകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പോയിരുന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക, സകലവും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കത്രേ വേണ്ടത്. നിങ്ങൾക്ക് ചിന്ത കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചോളണം. നിങ്ങൾക്ക് ചിന്ത കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാർത്ഥിച്ചോളണം. ഇഫ് യു വറി സോ മച്ച് യു നീഡ് ടു പ്രേ സോ മച്ച്. നിങ്ങൾക്ക് ചിന്ത കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. നമ്മൾ ഒത്തിരി പേർക്കുള്ള വിഷയമാണ്. പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു? ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ഉറക്കം വരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന നിങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ഉണ്ട്. അതാണെന്നറിയാമോ? നിങ്ങൾ ആ പ്രാർത്ഥന മുറിയിരുന്ന് നിങ്ങൾ ദൈവത്തെ അങ്ങ് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സകലവും തന്ന നന്മകളെ തന്ന, ഇന്നലകളിൽ നടത്തിയ, ചത്തുപോകേണ്ടിയിരുന്ന, അഡ്രസ് ഇല്ലാതെ പോകേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും മാനിച്ച് തലകുനിച്ച് ലജ്ജിക്കപ്പെട്ട് നാണം കെട്ട് ഒന്നുമല്ലാതായിരുന്ന സ്ഥാനത്ത് നിന്ന് കൈപിടിച്ച് കയറ്റി ഇന്നയോളം നടത്തിയ ദൈവത്തിന് പാട്ടുപാടി രാത്രിയാമങ്ങളിൽ നിങ്ങൾ ആരാധിപ്പാൻ തയ്യാറായാൽ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗ്ഗം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, അയ്യോ കർത്താവ് എനിക്കില്ലേ, അയ്യോ കർത്താവ് എനിക്കില്ലേ, ഈ പ്രാർത്ഥന കാലങ്ങളായിട്ട് കൊണ്ട് നടക്കില്ലേ. കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി, മനസ്സ് തുറന്ന്. കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ യു സിങ് ഫോർ ദി ലോർഡ്, വർഷിപ്പ് ഹിം. എത്ര പാട്ട് പാടണം? ഒരു കുഞ്ഞു ചോദിച്ചു, ഡാഡി എന്നെ കൊണ്ട് ഇത്ര മണിക്കൂറൊന്നും ഇരുന്ന് നിങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കും കൊതി വരുന്നു പ്രാർത്ഥിക്കാൻ, പക്ഷെ 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. അവളെ കൊണ്ട് അത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ എങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് എന്ത് പറ്റും? എനിക്ക് ആകെ ഇഷ്ടമുള്ളത് പാട്ട് പാടാനാ. ഞാൻ പറഞ്ഞു, നീ പാട്ടുപാടി ഇത്ര നേരം പാട്ട് പാടും, ഞാനത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അവൾ പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി തിരിച്ചു വന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇപ്പം നല്ലുണ്ട്. ഇപ്പം പറഞ്ഞു, നീ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചാൽ മതി, നീ 5 മിനിറ്റ് വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കാരണം നിങ്ങൾ പറയുന്നതിന് മുമ്പേ അറിയുന്ന കർത്താവ് അങ്ങ് മേളിലുള്ളത്. നിങ്ങൾ ദൈവത്തിൽ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ മറന്നുപോയെങ്കിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഒരു വാക്യം കൂടെ വായിച്ച വേഗത്തിൽ, മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി, ബുക്ക് ഓഫ് മാത്യു, ചാപ്റ്റർ 6, വേഴ്സ് 25 to 27. വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് ആയുസ്സിനോട് 1 മുഴം കൂട്ടാനായിട്ട് കഴിയും. അങ്ങനെയല്ലേ മോനെ? അങ്ങനെ വിചാരപ്പെട്ടാൽ നമ്മളെ കൊണ്ട് കൂടിയ കൂട്ടത്തിലെന്ന് കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് ആർക്കറിയാം? കർത്താവിന് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ അത് ചെയ്യത്തില്ല, കൂടത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. വിചാരപ്പെടുന്നവര് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരപ്പെട്ട് മനം കലങ്ങി ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരാള് ദൈവത്തിന്റെ പാദപീഠത്തിൽ, കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേയാളെ കുറിച്ച് കർത്താവ് പറയുക, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പലവിധമായ
വിചിത്രമായ ചിന്തകൾ നമ്മളെ ആകുലപ്പെടുത്താൻ തുടങ്ങുമ്പോൾ, ഒരുപാട് ചിന്തകൾ നമ്മളെ അലട്ടാൻ തുടങ്ങുമ്പോൾ, അത് ആകുലതയായി മാറും, അത് ആകുലതയായി മാറും, അത് ടെൻഷനായി മാറും, അത് BP ആയി മാറും, പിന്നെ അത് രോഗമായി പരിണമിക്കും, പിന്നെ അത് പ്രൈസ് ദി ലോർഡ് ജീവകാലം മുഴുവൻ മരുന്നെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, പകരം എന്ത് ചെയ്യണം? എല്ലാറ്റിനെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ച് വിചാരപ്പെട്ട് ആകുലപ്പെടാതെ വിഷയങ്ങൾ ആരോട് പറയണം? കർത്താവിനോട് പറയണം. ഈ പത്രോസിന്റെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഈ ഭാഗം പറയല്ല, എന്നാലും വായിക്കാൻ പോകും. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 1. യോഹന്നാൻ 21:1. യേശു കർത്താവ് സ്വർഗാരോഹണം ഉയർത്തെഴുന്നേറ്റ ശേഷം നമ്മൾ ഈ ഭാഗം ചിന്തിച്ചിട്ടുള്ളതാണ്. പത്രോസും കൂടെയുള്ളവരും തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുമ്പോൾ പത്രോസ് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കാര്യം എന്തുവാ? എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. ചിന്തയാ, ഇനിയിപ്പോൾ നാളെ എന്താവും, നാളത്തെ കാര്യം എന്താവും, അതുകൊണ്ട് ഞാൻ എൻ്റെ വഴി നോക്കി പോവുക. സ്വന്തമായി ചിന്തിച്ച പത്രോസിനെ നിങ്ങൾ 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്നത് പ്രൈസ് ലോർഡ് കൈകൾ മുഴുവനും ബന്ധിക്കപ്പെട്ടവനായി കാരകത്തിനകത്ത് ഒരു പ്രയാസവുമില്ലാതെ നന്നായി കിടങ്ങുന്നുറങ്ങുന്ന പത്രോസിനെയാ നമ്മൾ കാണുന്നത്. ആ പത്രോസിന് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയത്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവൻ. പത്രോസ് പറയും, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ഭാര നിമിത്തം എൻ്റെ ജീവനത്തിന് വേണ്ടിയിട്ട് ഞാൻ പലവിധ പ്രൈസ് ദി ലോർഡ് വിട്ടുമാറിപ്പോയവനാ. പ്രൈസ് ദി ലോർഡ്, എൻ്റെ വലയും വള്ളവും എടുത്തുകൊണ്ട് ഞാൻ കടലിലേക്ക് ഇറങ്ങിപ്പോയവനാ. എന്നാൽ ഇന്ന് ഞാൻ വിളിച്ചു പറയും, എന്നെ അറിയുന്ന കർത്താവിനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ആ വാഗ്ദത്തത്തിന്റെ ദൈവം, അവൻ ഒരിക്കലും വാക്കുമാറാത്ത ദൈവമാ. ആ ദൈവം അവൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവൻ. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ ടെൻഷനും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ കർത്താവിന്റെ സമാധാനം നമ്മളെ പൊതിയുവാനിടയാവും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ ലേഖനം 4:7. എന്നാൽ സകല ബുദ്ധിയും എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം എപ്പോഴാ? 1, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുമ്പോൾ. 2, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കുമ്പോൾ. 3, നിങ്ങൾ വിചാരപ്പെടുന്നതിന് പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? 1, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമ്പോൾ. 2, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കുമ്പോൾ. 3, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ. പറയുന്ന കൂട്ടത്തിൽ ഓർത്തോളണം, വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം ചെയ്യാൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നടത്തിയ വിധങ്ങൾക്ക്, കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് തമ്പുരാന് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തോത്രം പറയുവാൻ മറന്നു പോകരുത്. 1 മണിക്കൂർ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ 1 മിനിറ്റ് പോലും സ്തോത്രം പറയാത്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ നീളം പ്രാർത്ഥനയിൽ 1 മിനിറ്റ് പോലും ദൈവത്തിന് നന്ദി പറയാതെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം അടിവരയിട്ട് പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് പ്രൈസ് ദി ലോർഡ് അധിക സമയവും ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയും, എൻ്റെ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് അതുകൊണ്ട് പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാൻ സിസ്റ്ററെ. വിഷയങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇവിടെ നിൽക്കുന്ന എനിക്കോ അടുത്തിരിക്കുന്ന മറ്റുള്ളവർക്കോ മനസ്സിലാക്കാനൊന്നും കഴിയത്തില്ല. എന്നാൽ കഴിയുന്ന ഒരുവൻ മുകളിലുണ്ട്. ആ കർത്താവ് പറയുക, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യാതെ, നിങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ പിന്നെയും അതിനെക്കുറിച്ച് ഓർത്ത് ആ ചിന്തകൾ പിന്നെ ആകുലതകൾ ടെൻഷൻ പിന്നെ BP ആയി, പിന്നെ ജീവിതാവസാനം വരെയും മരുന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ വണ്ണം കർത്താവ് പറയുക, നിങ്ങളുടെ വിഷയങ്ങളൊക്കെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ എന്നോട് അറിയിക്കുക അത്രേ വേണ്ടത്. എങ്കിൽ 7-ാം വാക്യം എന്ത് പറയുക? കർത്താവിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. പ്രൈസ് ദി ലോർഡ്. The peace of God that surpasses all understanding എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സമാധാനം സകല ബുദ്ധിയെയും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? എന്തോ അഷ്ടേ, നമ്മുടെ മനസ്സാ. ഈ പ്രശ്നങ്ങളിൽ 90% പ്രശ്നങ്ങളും നമ്മൾ തന്നെ ചിന്തിക്കുന്നതാ. അതുള്ളതാണോ? അല്ല. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി ഞാൻ എന്തായിത്തീരും, അയ്യോ എൻ്റെ കാര്യങ്ങൾ ശരിയാകുന്നില്ല, എനിക്ക് നന്നാകാൻ പറ്റുമോ, അയ്യോ അവരൊക്കെ ഇങ്ങനെയല്ലയോ പറയുന്നത്. മനസ്സ് പറഞ്ഞ് അത് വിശ്വസിച്ച് ദൈവസ്ഥനിലേക്ക് താണിരുന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളെ ഭരിക്കും.
സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെ ഭരിക്കും. നിങ്ങളുടെ മനസ്സിൽ അലയുലച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ മാറി ആകുലതകളായി മാറുന്ന വിഷയങ്ങളെ കർത്താവ് പരിപൂർണമായി നീക്കി മാറ്റിയിട്ട് തമ്പുരാന്റെ സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ പൊതിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ, പല വിഷയങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ഉത്തരമില്ലാതിരിക്കുന്ന പല വിഷയങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. എന്നാൽ സകല ചിന്തകളെയും മാറ്റിയിട്ട് ഇന്ന് പകൽക്കാലം ദൈവ സമാധാനം നമ്മളെ പൊതിയാനായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. ദൈവത്തോട് പറ, കർത്താവേ, നാളുകളായി ഞാൻ കൊണ്ടു നടക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. എൻ്റെ ഉറക്കം കെടുത്തി കളയുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യരോട് പറയാൻ കഴിയാത്തത്, എൻ്റെ ഉറക്കത്തെ കെടുത്തി കളയുന്നത്, എനിക്ക് നന്നായിട്ടൊന്ന് ചിരിക്കാൻ കഴിയാത്തത്, എനിക്ക് സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. എൻ്റെ ശരീരത്തിൽ രോഗമായി വരുന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങളുണ്ട്, എൻ്റെ ജോലി സംബന്ധമായ വിഷയങ്ങളുണ്ട്, എൻ്റെ തലമുറയെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ സമ്പത്തിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ ആത്മീയതയെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്, എൻ്റെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്. കർത്താവ്, ഇന്ന് പകൽക്കാലം സകലത്തെയും ഇറക്കി വെക്കുവാൻ പറ്റിയ എൻ്റെ തമ്പുരാന്റെ പാദപീഠത്തിലേക്ക് ഞാനൊന്ന് ഇറക്കി വെക്കുക. അവിടുത്തെ സമാധാനം ഇന്ന് പകൽക്കാലം ഞാൻ കേട്ടതുപോലെ സകല ബുദ്ധിയും കവിയുന്ന കർത്താവ്, എൻ്റെ ബുദ്ധി പറയും നിന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. എൻ്റെ ബുദ്ധി പറയുക നീ ഒരു രോഗിയാ. എൻ്റെ ബുദ്ധി പറയുക അയ്യോ നിനക്ക് ഇന്നലെ കഴിഞ്ഞില്ലല്ലോ, നിന്നെ കൊണ്ട് നീ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബുദ്ധി പറയുക ഓ നിന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നടുവിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബത്തെ, എന്നെ തന്നെ കർത്താവ്, എൻ്റെ വിഷയങ്ങളെ ഞാൻ താഴ്ത്തി ഏൽപ്പിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ പൊതിയണം കർത്താവേ. മനുഷ്യന് മനസ്സിലാകാൻ പറ്റാത്തത്, മനുഷ്യന് ചെയ്തെടുക്കാൻ കഴിയാത്തത് സ്വർഗം ചെയ്യുകയാൽ സ്തോത്രം അപ്പ. കർത്താവേ, ഞങ്ങളെ പലപ്പോഴും ചിന്താകുലത്തിലൂടെ കടത്തി വിട്ടിട്ട് ഞങ്ങൾ ക്ഷീണിച്ച് താലടിയായി പോകുന്ന എല്ലാ വിഷയങ്ങളും ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, കരുതുന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. കരുതുന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. വചനം ഞങ്ങൾ ഉറപ്പിക്കുന്ന കർത്താവ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. കർത്താവ് ഒരുപക്ഷെ ഒന്നിനു പുറകെ ഒന്നായി ഒട്ടനവധി വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, അതെല്ലാം നീക്കുപോക്ക് വരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നീക്കുപോക്ക് തരുവാൻ ഞങ്ങളെ കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കർത്താവേ, അവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ ടെൻഷനുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശത്രുവിട്ട ആലോചനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, നാളെക്കുറിച്ചുള്ള ആലോചനകൾ, കർത്താവെ, രോഗത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, തലമുറയെക്കുറിച്ചുള്ള ചിന്തകൾ, ജോലിയെക്കുറിച്ചുള്ള ചിന്തകൾ, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷത്തെ കെടുത്തി കളയുന്ന ദൈവമേ, ഞങ്ങളെ സന്തോഷിപ്പാൻ കഴിയാതെ വേണം ഞങ്ങളെ കർത്താവെ പലപ്പോഴും ബലഹീനപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ട്, ഞങ്ങളുടെ തലമുറയെ വിട്ട് അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സമാധാനം ഞങ്ങളെ പൊതിയട്ടെ. അവിടുത്തെ സമാധാനം ഞങ്ങളെ പൊതിയട്ടെ. അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ പൊതിഞ്ഞനായി സ്തോത്രം. സ്വർഗം പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചനായി ബലപ്പെടുത്തിയനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ പ്രിയ പിതാവേ, ആമേൻ.